ഹലോ സ്റ്റുഡൻസ്, നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് 4.4 അഡീഷണൽ ഓപ്പറേഷണൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് 4.4.1 ഡെറിവേറ്റീവ്സ് ഓഫ് ട്രാൻസ്ഫോംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈച്ച് ഫങ്ഷൻസ്, അതായത് സംതിങ് ലൈക്ക് ടി റേസ് ടു എൻ ആൻഡ് സൈൻ കെ ടി, കോസ് കെ ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. സോ ഇന്നിനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ കൂടെ ടി റേസ് ടു എൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കാം, അതിനുള്ളൊരു ചെറിയൊരു ഫോർമുല കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് വായിക്കാം. മൾട്ടിപ്ലൈയിങ് എ ഫംഗ്ഷൻ ബൈ ടി റേസ് ടു എൻ, ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി വിത്ത് t can be found by differentiating the Laplace transform of f of t. If f of s equal to L of f of t and we assume that interchanging of differentiation and integration is possible. ഓക്കെ, സോ ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ. നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടിയുടെ കൂടെ ടി റേസ് ടു എൻ, അതായത് സംതിങ് ലൈക്ക് ടി സൈൻ കെ ടി, ടി സ്ക്വയർ സൈൻ കെ ടി, അല്ലെങ്കിൽ ടി സ്ക്വയർ ഇ റേസ് ടു 3t, ടി ക്യൂബ് ഇ റേസ് ടു 5t, ഇങ്ങനെ. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടായിരിക്കും, അതിൻ്റെ മുന്നിൽ ടിയുടെ പവേഴ്സ് വരുന്ന ഫങ്ഷൻസ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത് അവിടെ ഒരു എഫ് ഓഫ് ടി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ആ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയണം. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു? എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സോ അത് കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ താഴെ ഒരു ടി വരുമ്പോൾ, അതായത് ടി റേസ് ടു എന്നിന് എൻ ഈക്വൽ ടു 1 വരുമ്പോൾ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത് എന്നുള്ളതാണ് താഴെ അവർ കുറച്ച് ഡിറൈവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ടി സ്ക്വയർ വരുമ്പോൾ എങ്ങനെയാണ് ഫോർമുല വരുന്നത് എന്നുള്ളതും അവർ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ജനറൽ ഫോർമാറ്റിലോട്ട് പോകും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആ ഫംഗ്ഷൻ വരുവാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് എസ് ആരായിരുന്നു? എൽ ഓഫ് എഫ് ഓഫ് ടി ആയിരുന്നു. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൽ നിന്നാണ് നമ്മൾ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഈ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. സോ നമ്മളതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഫോർമുല എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നാണ്, അല്ലേ? ഓക്കെ, സോ ഈ ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലെ വേരിയബിൾ ഏതാണ്? ടി ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആ കാര്യമാണ് ആദ്യം നമ്മൾ മുകളിൽ പറഞ്ഞു വെച്ചത്, മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇഫ് വി അസ്യൂം ദാറ്റ് ഇൻ്റർചേഞ്ചിങ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഈസ് പോസിബിൾ. അത് നമ്മൾ അസ്യൂം ചെയ്തു, ദെൻ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു പോകുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രലും ഡെറിവേറ്റീവും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ, അതായത് ഈ ഒരു പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടിയും ഒരു വേരിയബിളാണ്, അതുപോലെ എസ്സും ഒരു വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡെറിവേറ്റീവ് ആയിരുന്നു ഇൻ്റഗ്രലിന് പുറത്ത്, ഉള്ളിലേക്ക് കടന്നപ്പോൾ അത് എന്തായി മാറി? പാർഷ്യൽ ഡെറിവേറ്റീവായിട്ട് മാറി. കാരണം അവിടെ രണ്ട് വേരിയബിൾസ് വരുന്നുണ്ട്, എസ്സും ടിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എസ്സും ടിയും വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആവുന്നു. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് എനിക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ടി എന്ന് പറയുന്ന ആൾ എന്തായി മാറി? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താണ്? ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു എസ് ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടിയിൽ മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സോ നമുക്കത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരുടെ ഡെറിവേറ്റീവ് മാത്രം എടുത്താൽ മതി? ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് മാത്രം നമുക്ക് എടുത്താൽ മതി. അതാണ് ആ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഡോ ബൈ ഡോ എസ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്താണ്? മൈനസ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി. എന്താണ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ? ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് 1 കൂടെ നമ്മൾ എഴുതും, അല്ലേ? കാരണം എന്താ? എക്സിൻ്റെ ആ കോഎഫിഷ്യൻറ്റും കൂടെ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. സോ അവിടുത്തെ കോൺസ്റ്റൻ്റ് ആരാണ്? മൈനസ്
ടി ആണ്. സോ ആ മൈനസ് ടിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ അതവിടെ എടുത്ത് എഴുതാണ്. എന്തോന്നു ഇൻ്റഗ്രൽ അത് എടുത്ത് എഴുതുമ്പോൾ ഒരു മൈനസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻st t ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി നമ്മൾ ആ ടി ഇൻറ്റു എഫ് ഓഫ് ടിന്ന് എഴുതിയേക്കണതുണ്ടല്ലോ, അതൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ആണ്. ഓക്കെ, എന്താണ് ആ ടി എഫ് ഓഫ് ടി, അവിടെ ഒരു ടീയും കൂടെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. സോ അതിനാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടി എഫ് ഓഫ് ടിക്ക് ഞാൻ പുതിയൊരു ഫംഗ്ഷൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പുതിയൊരു ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതാണ്. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫംഗ്ഷനായിട്ട് എഴുതുന്നു. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാണ്, ടി ഇൻറ്റു എഫ് ഓഫ് ടി. സോ ഞാനതിനെ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻st ജി ഓഫ് ടി ഡി ടി. ഈ പറയുന്ന ആൾ എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ആണ്. അപ്പോൾ എന്ത് കിട്ടും, നെഗറ്റീവ് ഔട്ട് സൈഡ് പറഞ്ഞിട്ടുണ്ട്. സോ മൈനസ് ഓഫ് എൽ ഓഫ് ജി ഓഫ് ടി എന്ന് കിട്ടും. ആ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഒന്നും കൂടെ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി, മൈനസ് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് കിട്ടും. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, ഇത് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ്, സോറി ഇതെല്ലാം ഈ പാർട്ടിൽ ഇതെന്ന് പറയുന്നത്, അതായത് ഇവിടെ നമ്മൾ എഴുതിയതിൽ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. കാരണം എന്താ, എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, അപ്പോൾ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. എന്താണ്, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഒരു തവണ, അതായത് ടിയുടെ പവർ 1 ആണെങ്കിൽ നമുക്ക് എന്ത് വന്നു, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് വന്നു. ഇനി ടി സ്ക്വയർ ആയിരുന്നെങ്കിലോ, നോക്കൂ, ടി സ്ക്വയർ ആകുമ്പോൾ എന്താ വരുന്നത്, ഞാനതിനെ ടി ഇൻറ്റു ടി എഫ് ഓഫ് ടി എന്നാക്കി മാറ്റി എഴുതി. ഓക്കെ, ഇനി ആ ടി എഫ് ഓഫ് ടിനെ ഞാൻ ജി ഓഫ് ടി പോലെ ഒരൊറ്റ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ബൈ എബവ് ഇക്വേഷൻ എന്തായിരുന്നു, ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെങ്കിൽ എങ്ങനെ വരാം, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എൽ ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി. അപ്പോൾ എന്ത് വരും, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് ജി ഓഫ് ടി. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. സോ ഞാനത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും, എഗെയിൻ നമ്മൾ ആ ഫസ്റ്റത്തെ ഫോർമുല ഇവിടെ യൂസ് ചെയ്യണു. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വരും. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ വരുന്നത്, ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. വേണമെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ 2 തവണ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, എൽ ഓഫ് എഫ് ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്, നമുക്കവിടെ പറഞ്ഞു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും ടിയിലുള്ളത്, അയാളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ഏത് ടേമിലായിരിക്കും, ഒരു എസ് എന്ന് പറയുന്ന വേരിയബിളിലാണ് കിട്ടുന്നത്. ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, 2 തവണ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, സോ അതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടിയുടെ ഫോർമുലയായിട്ട് വരുന്നത്, ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, സോ തിയറം പറയാണ്, തിയറം 4.4.1, ഇഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് എസ് ആരാണ്, ആ എഫ് ഓഫ് ടി, ടി റേസ് ടു എന്നിൻ്റെ എഫ് ഓഫ് ടി ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിലെ ആ ടി റേസ് ടു എന്നെ കളഞ്ഞിട്ടുള്ള ബാക്കി പാർട്ടാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. അയാളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ആരെന്ന് പറയുന്നത്, എഫ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടിയുടെ ഫോർമുല എന്താണ്, മൈനസ് 1 ഓൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ഡിവൈഡ് ബൈ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ്. എന്താണ് പറയുന്നത്, എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ nth ഡെറിവേറ്റീവാണ് എന്തെന്ന് പറയുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഡി റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ എന്ന് പറയുന്നത് nth ഡെറിവേറ്റീവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് 1 റേസ് ടു എൻ ഡി റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ്.
ഓക്കെ, സോ n ഈക്വൽ ടു 1 വരുമ്പോൾ എന്ത് വരും? എൽ ഓഫ് എന്ത് വരും? ടി ഇൻറ്റു എഫ് ഓഫ് ടി. അപ്പോൾ എന്ത് വരും നമുക്ക്? -1 ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്ത് വരും? ടിയുടെ പവർ 1 ആണെങ്കിൽ -1 ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അടുത്തതാണെങ്കിലോ ടി റേസ് ടു n ആകുമ്പോൾ എന്ത് വരും? ടി സ്ക്വയർ ആകുമ്പോൾ -1 ഓൾ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ എഫ് ഓഫ് എസ്. അതായത് ടി സ്ക്വയർ ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ 2 തവണ ഡെറിവേറ്റീവ് എടുത്തത്. ദെൻ അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? -1 ഓൾ സ്ക്വയർ, അതായത് 1 വരും. ഓക്കെ, ഇനി ടി ക്യൂബ് ആകുമ്പോൾ എന്താ വരിക? ടി ക്യൂബ് ആകുമ്പോൾ എഗെയിൻ മാറി ടി ക്യൂബ് ആകുമ്പോൾ ടി ക്യൂബ് വരുമ്പോൾ എന്ത് വരും? -1 ഓൾ റേസ് ടു 3 ഡി ക്യൂബ് ഡിവൈഡ് ബൈ ഡി എസ് ക്യൂബ് എഫ് ഓഫ് എസ്. അതായത് ടി ക്യൂബ് ആകുമ്പോൾ എഫ് ഓഫ് എസിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് വരെ നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? -1 ഓൾ ക്യൂബ് എന്ന് പറയുന്ന ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ടി റേസ് ടു n എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത് 1ൻ്റെയും 2ൻ്റെയും അവർ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മേ ബി ഒരു പാർട്ടിയിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ഈ ഫോർമുലയും കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.